ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അതിരാവിലെ തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് കോട്ടയം ജില്ലയിലുള്ള ക്ഷേത്രങ്ങളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അതായത് വൈക്കം, കടുത്തുരുത്തി, ഏറ്റുമാനൂർ. അങ്ങനെ വീട്ടിൽ നിന്ന് അതിരാവിലെ തന്നെ പുറപ്പെട്ടു. റോഡിൽ വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു 7 മണിക്ക് മുമ്പ് തന്നെ വൈക്കത്ത് അമ്പലത്തിൽ എത്തിച്ചേർന്നു ഞങ്ങൾ. മഹാദേവനാണല്ലോ ഇവിടുത്തെ പ്രതിഷ്ഠ. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് 12 വർഷത്തിലൊരിക്കൽ നടക്കുന്ന കോടി അർച്ചന വടക്കുപുറത്ത് പാട്ട്. ഇത് ഇവിടെ നടക്കാൻ പോകുന്നു മാർച്ച് 17 മുതൽ ഏപ്രിൽ 13 വരെ. അതിന് പ്രത്യേക ചീട്ടൊക്കെ ആൾക്കാരെടുക്കുന്നുണ്ട്. അവിടുത്തെ ദർശനം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ കടുത്തുരുത്തി അമ്പലത്തിലേക്ക് വന്നു. ഇതാണ് കടുത്തുരുത്തിയിലെ ക്ഷേത്രം, മഹാദേവ ക്ഷേത്രം. ഇവിടെ വൈക്കത്തപ്പനും ഉണ്ട് പ്രതിഷ്ഠ, ഏറ്റുമാനൂരപ്പനും ഉണ്ട്. പിന്നെ പുറത്ത് ശാസ്താവും പിന്നെ ഉള്ളിൽ ഗണപതിയുണ്ട്, ശ്രീ പാർവതി ദേവിയുണ്ട്. ഇതിൻ്റെയൊക്കെ ചെറിയ ചെറിയ ശ്രീകോവിലുകളുണ്ട്. ശബരിമല സീസൺ വരുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. അയ്യപ്പന്മാർ സ്ഥിരം പോകുന്ന വഴിക്ക് ദർശനം നടത്തുന്ന ക്ഷേത്രങ്ങളാണ് വൈക്കവും കടുത്തുരുത്തിയും ഏറ്റുമാനൂരും ഒക്കെ. ഇതിനടുത്ത് തന്നെയാണ്, കുറച്ച് ദൂരം പോയച്ചാൽ മതി, അതായത് നമ്മുടെ മള്ളിയൂർ ഗണപതി ക്ഷേത്രവും അതുപോലെ തന്നെ ആദിത്യ ഭഗവാന്റെ, സൂര്യഭഗവാന്റെ ക്ഷേത്രവും. അപ്പോൾ ആദ്യം ഞങ്ങൾ നേരെ മള്ളിയൂർ ഗണപതി ക്ഷേത്രത്തിലേക്ക് പോയി. ഇവിടെ ഞാൻ ഇതിനു മുൻപ് പോയിട്ടുള്ളതാണ്. ഇവിടെ ഗണപതിയുടെ മടിയിൽ ഉണ്ണികൃഷ്ണൻ ഇരിക്കുന്നതായിട്ടാണ് സങ്കല്പം. പിന്നെ കുറേ പുറകുവശത്ത് കുറേ ചെറിയ പ്രതിഷ്ഠകളൊക്കെ ഉണ്ട്. മഹാദേവനും വിഷ്ണുവും പിന്നെ അതുപോലെ തന്നെ ഭഗവതിയുടെ ഒക്കെ പ്രതിഷ്ഠയുണ്ട്. ഒരുപാട് ഭാഗവത സത്രങ്ങളൊക്കെ നടത്തിയിട്ടുള്ള മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിപ്പാട്, അദ്ദേഹത്തെ അടുത്ത് കാണാനും സംസാരിക്കാനും അനുഗ്രഹം വാങ്ങിക്കാനും ഒക്കെ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അമൃത ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ അദ്ദേഹം വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പടമാണ്. അപ്പോൾ അവിടെ മള്ളിയൂർ എത്തുമ്പോൾ എപ്പോഴും ഞാനതാണ് ഓർക്കുന്നത്. അവിടെ തൊഴുതിട്ട് ഞങ്ങൾ തിരിച്ച് ആദിത്യൻ്റെ ക്ഷേത്രത്തിലേക്ക് പോന്നു. അങ്ങനെ അവിടെ നിന്ന് ആദിത്യപുരം സൂര്യദേവ ക്ഷേത്രത്തിലേക്ക് എത്തി. ഇതെല്ലാം കോട്ടയം ജില്ലയിൽ തന്നെയാണ്. അധികം ദൂരമൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പോണ വഴിക്ക് തന്നെയാണ്. കുറച്ച് ഉള്ളിലേക്കൊക്കെ അല്പം പോകാനുണ്ട്, അത്രമാത്രം. ഈ ക്ഷേത്രങ്ങളിലൊന്നും വലിയ തിരക്കൊന്നും അനുഭവപ്പെട്ടിരുന്നില്ല. വളരെ ശാന്തമായിട്ട് സമാധാനമായിട്ട് നമുക്ക് തൊഴുത് മടങ്ങാൻ സാധിച്ചു. ഇവിടെ നിന്ന് നേരെ ഞങ്ങൾ പോയത് ഏറ്റുമാനൂർക്കാണ്. ഏറ്റുമാനൂർ എത്തുന്നതിന് ഇടയ്ക്കുള്ള ക്ഷേത്രങ്ങളാണിതെല്ലാം. വൈക്കവും കടുത്തുരുത്തി ഏറ്റുമാനൂരൊക്കെ നല്ല ടൗണിൻ്റെ ആ പ്രദേശത്താണ്, അതായത് നല്ല തിരക്കുള്ള ഏരിയയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അതേസമയം മള്ളിയൂരും ആദിത്യപുരം സൂര്യക്ഷേത്രവും തിരക്കിൽ നിന്നൊക്കെ ഒഴിഞ്ഞ് ഒരു ഗ്രാമ പശ്ചാത്തലത്തിലാണ് ഉള്ളത്. അവിടെ നിന്ന് നേരെ ഞങ്ങൾ പോയത് ഏറ്റുമാനൂർക്കാണ്. അപ്പോൾ ഏറ്റുമാനൂർ വലിയ തിരക്കുണ്ടാവില്ല, അവിടെ ഉത്സവം എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉത്സവത്തിൻ്റെ പിറ്റേ ദിവസം, ആറാട്ടിൻ്റെ പിറ്റേ ദിവസമാണെന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ പോയതാണ്. പക്ഷെ അവിടെ ചെന്നപ്പോഴല്ലേ അറിയുന്നത് നല്ല തിരക്ക്, ഒരുപാട് ക്യൂ ഉണ്ടായിരുന്നു അവിടെ ക്ഷേത്രത്തിനകത്ത് കയറാനായിട്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു 10:45 ആയപ്പോഴാണ് ഏറ്റുമാനൂരെത്തിയത്. ഭയങ്കര തിരക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു ശരിക്കും ഉത്സവം ഇനി കഴിഞ്ഞിട്ടില്ലായിരിക്കുമെന്ന്. പക്ഷെ അവിടെ ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഉത്സവമൊക്കെ കഴിഞ്ഞു, അതിൻ്റെ ഒരു ബാക്കി തിരക്കാണ്. ഭയങ്കര തിരക്കായിരുന്നു. എങ്കിലും ഞങ്ങൾക്കൊരുവിധം പെട്ടെന്ന് കയറി തൊഴുത് ഞങ്ങൾ പുറത്ത് വന്നു. പിന്നെ അവിടെ നിന്ന് തിരിച്ചു പോന്നു. അപ്പോൾ ഇത്രയും മഹാദേവ ക്ഷേത്രങ്ങൾ, 3 മഹാക്ഷേത്രങ്ങളാണ് വൈക്കം, കടുത്തുരുത്തി, ഏറ്റുമാനൂർ. മഹാദേവൻ്റെ പ്രതിഷ്ഠയാണ്. അവിടെ എല്ലാം ഞങ്ങൾ തൊഴുതു. കൂടാതെ നമ്മൾ മള്ളിയൂരും ആദിത്യപുരം സൂര്യഭഗവാനെയും ഒക്കെ തൊഴുത് ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോന്നു. അങ്ങനെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഒരു 2 മണിയൊക്കെ ആയി. ഏറ്റുമാനൂരിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ ഹോട്ടലുകളൊന്നും തന്നെ തുറന്നിട്ടില്ല. കാരണം ഉത്സവമൊക്കെ കഴിഞ്ഞ് രാത്രിയും പകലും ഒക്കെ അവർ ഭയങ്കര തിരക്കായിട്ടൊക്കെ കച്ചവടമൊക്കെ നടത്തിയത് കൊണ്ടായിരിക്കാം മിക്കതും അടച്ചിട്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് പോന്നിട്ട് പോരണ വഴിക്കാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അങ്ങനെ ഒരു 11:30 ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റുള്ളൂ. എന്നിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. അങ്ങനെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും ഒരു 2 മണിയൊക്കെ ആയായിരുന്നു.